അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ ഭരണഘടന, ഒപ്പം തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്നീ രണ്ട് വിഷയങ്ങളെ പറ്റി ചെറുതായിട്ടൊന്ന് അവബോധം നൽകുക എന്നതാണ് എന്നിൽ ഇന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം. അപ്പോൾ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ആസിഫ് സാഹിബ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2022 ഞാനിവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. നിങ്ങളെപ്പോലെ ഇവിടെ 7 വർഷം ആലിം കോഴ്സും അതിനു മുമ്പ് 3 വർഷം ഹിഫ്ള് പഠിച്ച് മൊത്തം 10 വർഷം കൗസരിയിൽ പഠിച്ച് 2022 പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്നത്. ശേഷം ഭാരതമാതാ ലോ കോളേജ്, ഇവിടെ ചൂണ്ടി തന്നെയുള്ള കേരളത്തിലെ തന്നെ അത്യാവശ്യം പ്രമുഖമായിട്ടുള്ള ലോ കോളേജാണ്. ആ ലോ കോളേജിൽ അതാതിന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ട് 4ാമത്തെ വർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ വർഷം LLB നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 5 വർഷമാണ് പഠനമുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന എന്നാൽ എന്താണ്? ഈ ഒരു സെഷൻ കഴിയുന്നതിനോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറയാം. നമ്മൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-4 ചോദ്യങ്ങളുടെ ഉത്തരം നല്ല എളുപ്പത്തിൽ പറയാൻ പറ്റണം. ചോദ്യങ്ങൾ ഏതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇന്ത്യൻ ഭരണഘടന? ഇന്ത്യൻ ഭരണഘടന എന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞ സംഭവം? അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉള്ള ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പൊ ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. എല്ലാം തന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ആകെ ചുരുക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു കാര്യവും പഠിക്കുമ്പോൾ നമ്മളൊരു ഹിസ്റ്ററി മുതൽ തുടങ്ങണം. ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കാനാണെങ്കിൽ നമ്മളിപ്പോ ആലിം കോഴ്സ് കിതാബി കയറിയതിനു ശേഷം നമുക്കറിയാം എങ്ങനെയാണ് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. ഖുർആൻ നമ്മൾ പഠിക്കും, അതിന്റെ അർത്ഥം പഠിക്കും, അതിന്റെ വിശദീകരണം പഠിക്കും. അതിനു മുന്നേ നമ്മൾ അതിന്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കും. ഖുർആൻ എങ്ങനെയാണ് അവതരണമായത്, ഖുർആൻ ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഏത് രീതിയിൽ കൊടുത്തു, ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഖുർആന്റെ വിശദീകരണത്തിലോട്ട് കിടക്കുന്നത്. ഖുർആൻ ആരാണ്? അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം ഇറക്കി കൊടുത്ത മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഇതേപോലെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് ഇത് നിലവിൽ വന്നത്, എപ്പോഴാണ് വന്നത്, ഇത് വരാനുണ്ടായിരുന്ന കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ചുരുങ്ങിയ രീതിയിൽ നോക്കാം. അപ്പോ തുടങ്ങാം. 1947 നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യക്ക്. സ്വതന്ത്രമായ ഇന്ത്യക്ക് മുന്നേ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അതെങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഇന്ത്യ കിട്ടിയത് അറിയാവോ? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് മുന്നേ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ആരാണെന്ന് അറിയാവോ? അതെ, മുഗൾസ് ഉണ്ടായിട്ടുണ്ട്, ഡൽഹി സൽത്തനറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ മുഗൾ എംപയർ ഭരണം നടത്തിയതിനു ശേഷം ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ചെറിയൊരു രൂപം മനസ്സിലാക്കി വെക്കാം. ആദ്യം ഇതിന്റെ ഒരു തുടക്കം വരുന്നത് ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു കമ്പനി നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം നോർത്ത് ഭാഗത്തായിട്ട് സ്ഥാപിക്കുകയുണ്ടായി. 1600-കളിലായിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നതിന്റെ ആ ഒരു ഫസ്റ്റ് ലെവലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചെന്നുള്ളത്. അന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വന്നിട്ടില്ല. അന്നും ഇന്ത്യയുടെ ഭരണം ഇന്ത്യയുടെ അകത്ത് തന്നെയാണ്. ഇന്ത്യയിൽ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചി ഭരിച്ചിരുന്നത് കൊച്ചി രാജാവായിരുന്നു, തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്നു. അപ്പൊ ഇതേപോലെ നമ്മുടേതായ നാട്ടിലെ നമ്മുടെ തന്നെ രാജാക്കന്മാരുണ്ടായിരുന്നു നമ്മളെ ഭരിക്കാൻ. അങ്ങനെയാണ് 1600-കളില് ബ്രിട്ടീഷുകാര്
അന്നത്തെ രാജാവിന്റെ റിക്വസ്റ്റ് ലെറ്ററുമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങും. ഇന്ത്യ എന്ത് ചെയ്തു? പെർമിഷൻ കൊടുത്തു. ഇന്ത്യയിൽ കമ്പനി തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെർമിഷൻ കിട്ടിയതിന് പിന്നാലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പതിയെ കമ്പനി തുടങ്ങി, കമ്പനി കുറച്ചുകൂടെ വികസിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആൾബലം കൂട്ടാൻ പറ്റും, അതിൽ നമുക്ക് അതിന്റെ വരുമാനം കൂടും. അതേപോലെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഈ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടാൻ തുടങ്ങി. പ്രോഫിറ്റ് കൂടിയപ്പോൾ കമ്പനി കൂടുതലായിട്ട് വൈഡാക്കി. ഒരു വലിയ കമ്പനി അത് ഒരു കമ്പനി എന്നതിൽ നിന്നും അതിന്റെ സബ് ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോരോ ബ്രാഞ്ച് ഓരോരോ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ തുടങ്ങി. അന്ന് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ഓരോരോ ബ്രാഞ്ചുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്താൽ കിട്ടും എന്ന രീതി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതുപോലെയാണല്ലോ, ഏറ്റവും കൂടുതൽ സാലറിയും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സ്ഥലത്തായിരിക്കുമല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണ ആളുകൾ അവർ സാധാരണ സ്ഥലങ്ങളിൽ ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ വരുമാനങ്ങൾ ബ്രിട്ടീഷുകാരുടെ കമ്പനിയിൽ ജോലി ചെയ്താൽ കിട്ടും എന്നൊരു രീതിയിലേക്ക് ആക്കി മാറ്റിയവർ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പല സ്ഥലങ്ങളിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓരോരോ ബ്രാഞ്ചുകളിലും ഓരോരോ ഇന്ത്യക്കാർ ജോലികൾ എടുക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടെ സംഭവിക്കുന്നത് വീണ്ടും വീണ്ടും അടുത്തടുത്ത ബ്രാഞ്ചുകൾ വന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യക്കാർ ഒരു വലിയ ശതമാനം ആളുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവരുടെയൊക്കെ ഓണർ ആരായിരിക്കും? ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന സ്ഥാപകൻ, ആ കമ്പനിയുടെ സ്ഥാപകനും ആ കമ്പനിയാണ് ഇത്രയും ആളുകളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 1700-കളായപ്പോഴേക്കും മൊത്തത്തില് ഇന്ത്യയുടെ മുഴുവൻ വശങ്ങളിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രാഞ്ചുകൾ ആയിക്കഴിഞ്ഞു. അവിടെയൊക്കെ ഇന്ത്യൻ വംശജര് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി, എന്നാൽ നമുക്ക് അവിടെ ഇപ്പൊ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ജോലി കൊടുക്കുന്ന മുതലാളിയാവുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ മുതലാളി പറയുന്നത് എന്തായാലും അനുസരിക്കണമല്ലോ. അപ്പോ ഈ ഒരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിലെ അധികാരം പതിയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ബ്രാഞ്ചുള്ള സ്ഥലങ്ങളിലെ അധികാരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതിയെ കോൺകർ ചെയ്തെടുത്തു. അങ്ങനെ എടുത്ത് ഇന്ത്യയുടെ വലിയൊരു ഭാഗവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമാണ്. അങ്ങനെ വലിയൊരു ഭാഗം ബ്രിട്ടീഷുകാരുടെ കൈ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഈ വലിയ ഒരു ഭാഗത്തിലുള്ള ആളുകളെ എല്ലാവരും ഒരുമിച്ച് വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലേക്ക് വരാത്ത സ്ഥലങ്ങളൊന്നും യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്കിപ്പോ ഓരോരോ സ്ഥലങ്ങളിലും ഒരു ഉദാഹരണത്തിന് എനിക്കൊരു കമ്പനി ഉണ്ട്, നിങ്ങൾ അങ്ങനെ ഫിക്ഷൻ ചെയ്ത് നോക്ക്. ആ കമ്പനിക്ക് 100 ബ്രാഞ്ച് ഉണ്ട്. ഓരോ ബ്രാഞ്ചിലും 1000 പേര് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ബ്രാഞ്ച് തുടങ്ങാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ ആളുകൾ വഴങ്ങാത്ത സ്ഥലങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇത്രയും ആളുകളെ ഒരുമിച്ച് സ്വരൂപിച്ചിട്ട് അവിടെയൊക്കെ യുദ്ധം ചെയ്ത് എനിക്ക് ബ്രാഞ്ച് തുടങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ കൂടി എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് അധികാരം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ബ്രിട്ടീഷുകാർ പതിയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? അധികാരങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ 1857 കാലയളവായപ്പോഴേക്കും ബ്രിട്ടീഷിന്ന് ഒരു ഓർഡർ വന്നു. ബ്രിട്ടീഷുകാരാണല്ലോ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഈ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടി കമ്പനിക്കാരെ അയച്ചത്. 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് യു കെയിലാണ് ബ്രിട്ടീഷ് ഉള്ളത്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വന്നു. അതായത് ഇത്രയും നാളും ഈ കമ്പനിയുടെ ഓണേഴ്സും കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഈ പ്രൊവിഷൻസ് ഇത്ര സ്ഥലങ്ങള് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അധികാരം മൊത്തത്തില് ബ്രിട്ടൻ ഗവൺമെന്റ് നോക്കിക്കോളാം, നിങ്ങൾ ഇനി ഭരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടൻ ഗവൺമെന്റിന്റെ ഓർഡർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വന്നു. അങ്ങനെ 1857 അത് അവര് വിട്ടത് തന്നെ ബ്രിട്ടീഷുകാരാണ്. അപ്പൊ പിന്നെ അവരുടെ ഗവൺമെന്റ് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിക്കില്ല. അങ്ങനെ ആ ഒരു ഓർഡർ വന്നതിന് പിന്നാലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള മുഴുവൻ അധികാരവും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൈമാറി. അങ്ങനെ 1857 മുതൽ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ അടിച്ചെടുത്തത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, അതെങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് അവർ അധികാരം പിടിച്ചെടുത്തത് എന്ന രീതി നമുക്ക് അറിയില്ലായിരുന്നല്ലോ. ഈ രീതിയിൽ കൂടിയാണ് അവരെന്ത് ചെയ്തത്? നമ്മുടെ രാജ്യത്ത് അധികാരം സ്ഥാപിച്ചത്. 1857 മുതൽ അവർ ഓരോരോ നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങി. അവർ പാസ്സാക്കുന്ന നിയമങ്ങളെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കുന്ന നിയമങ്ങൾ അത് പാസ്സാക്കുന്നത് ബ്രിട്ടനിൽ തന്നെയായിരിക്കുള്ളൂ. അവിടുത്തെ
നിയമവ്യവസ്ഥയിലൂടെയാണ് ഇന്ത്യക്ക് വേണ്ടി നിയമം പാസ്സാക്കുന്നത്. കാരണം ഇന്ത്യ ആരുടെ കയ്യിലാണ്? ബ്രിട്ടന്റെ കയ്യിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. അപ്പോ അവർ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കുന്ന നിയമങ്ങളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കാർ അനുസരിക്കേണ്ട, ഇന്ത്യക്കാർ ഫോളോ ചെയ്യേണ്ട ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ ആയിരിക്കണം എന്നുള്ളത് അവർ പാസ്സാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആക്ടുകൾ പാസ്സാക്കുന്ന നിയമത്തിനെയാണ് ആക്ട് എന്ന് വിളിക്കുക. നമ്മൾ ഇനിയും ഒരുപാട് തവണ കേൾക്കാനുള്ള വാക്കാണ് ആക്ട് എന്നുള്ളത്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിയമം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പാസ്സാക്കുന്ന അല്ലെങ്കിൽ ആ സബ്ജക്റ്റില്, ഉദാഹരണത്തിന് വിവാഹം, കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം, കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം, പൂർത്തീകരിക്കണം, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലാണ് കല്യാണം വേർപിരിയ, ഇത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിലായിക്കോളും. അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിനെ ആക്ട് എന്ന് വിളിക്കാം. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കാൻ തുടങ്ങി. ഏകദേശം 5-6 ആക്ടുകൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കി. അങ്ങനെ ഇരിക്കുകയാണ് 1900 സംതിങ് ആയപ്പോഴേക്കും ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധം നടന്നു. ശേഷം രണ്ടാം ലോക മഹായുദ്ധം നടന്നു. ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന അവസ്ഥ. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ഏകദേശം 1935 കാലങ്ങളിലാണ്. ഈ ഒരു സമയത്ത് ഒരു വശത്ത് അമേരിക്ക, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ, അപ്പുറത്തെ സൈഡില് ജർമ്മനി, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇവർ തമ്മിൽ വലിയ അടി നടക്കുന്നുണ്ട്. ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ, ജപ്പാൻ, ജർമ്മനി, ഇറ്റലി ഇവരെല്ലാവരും ഒരു സൈഡില്, ഇപ്പുറത്തെ സൈഡിൽ അമേരിക്കയും ബ്രിട്ടനും UK ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലും. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിലെ രണ്ടിലും ബന്ധമില്ലാത്ത കൺട്രികളുണ്ട്. അവരെയാണ് നോൺ അലയൻസ് കൺട്രി എന്ന് വിളിക്കുക. അതായത് രണ്ട് ഭാഗങ്ങളായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ബന്ധവും. അതായത് ഇന്ത്യ എന്നുള്ള രാജ്യങ്ങളൊക്കെ നോൺ അലയൻസ് കൺട്രിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UK-യുമായിട്ട്, UK-യുടെ സൈഡും അല്ല, ഒപ്പം തന്നെ ജർമ്മനിയുടെ സൈഡും അല്ല, യുദ്ധത്തിനേ ഇല്ല. അപ്പൊ ഈ രണ്ട് വശങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കാനും യുദ്ധം നടത്താനും തുടങ്ങിയ സമയത്ത് ബ്രിട്ടനും US ഒക്കെ ഒരു സൈഡിലാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ സഹായം ആവശ്യപ്പെടേണ്ടി വന്നു. മനസ്സിലായോ? ഇന്ത്യ ഡയറക്റ്റ്ലി യുദ്ധത്തിലില്ല, പക്ഷേ UK എന്ത് ചെയ്തു? UK-യുടെ ഒരു കൊളോണിയൽ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ബ്രിട്ടൻ ഇന്ത്യയെ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്ത് ബ്രിട്ടൻ ഭരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളാണ് കൊളോണിയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ബ്രിട്ടൻ കോളനിവൽക്കരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. അപ്പൊ ഈ യുദ്ധത്തിന്റെ അകത്ത് ബ്രിട്ടനും US-നൊക്കെ ജയിക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം. അപ്പൊ ഈ ഒരു സമയം വന്നപ്പോഴേക്കും ഇന്ത്യയുടെ സഹായം ചോദിച്ചു. ആര്? ബ്രിട്ടൻ ഇന്ത്യയുടെ സഹായം ചോദിച്ചു. ഇന്ത്യയും ബ്രിട്ടന്റെ കൂടെ നിൽക്കാമോ ഈ യുദ്ധത്തിൽ എന്ന് ചോദിച്ചു. എങ്കിൽ മാത്രമേ അവർക്ക് രണ്ടാം ലോക മഹായുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. അപ്പുറ സൈഡില് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒരുപാട് രാജ്യങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. ഇപ്പുറ സൈഡിലാണെങ്കിൽ UK, US പോലുള്ള രാജ്യങ്ങളും. അപ്പൊ ഈ ഒരു സമയത്ത് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഇന്ത്യ പോലെയുള്ള മധ്യസ്ഥ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാജ്യത്തിന്റെ സഹായവും കൂടെ UK പോലുള്ള രാജ്യത്തിന് കിട്ടണം. ഈ ഒരു സമയത്ത് UK എന്ത് ചെയ്തു? ബ്രിട്ടൻ ഇന്ത്യയുടെ സഹായം ചോദിച്ചു. സഹായം ചോദിച്ച സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യയിലുള്ള ആളുകൾ സഹായിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ മറുവശം എന്നോളം പകരമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടനെ ഇന്ത്യ സഹായിക്കുമോ എന്ന് ബ്രിട്ടൻ ചോദിച്ചപ്പോൾ സഹായിക്കാം, പകരമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ രാജ്യം പൂർണ്ണ സ്വതന്ത്രമാക്കി തരണം. ഈ ഒരു കരാറിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് എന്ത് ചെയ്യാം, ജർമ്മനിക്കെതിരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിന്നോളാം എന്ന് ഇന്ത്യ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഒരു ഒരു കൊളോണിയൽ രാജ്യം നിലനിർത്തലാണോ മുഖ്യം, അല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കലാണോ? സ്വാഭാവികമായിട്ടും വലിയൊരു യുദ്ധമാണല്ലോ, യുദ്ധത്തിൽ ജയിക്കലായിരിക്കണമല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം. അവരത് സമ്മതിച്ചു. ഈ സമ്മതത്തെ തുടർന്നാണ്
ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാനോ ഇന്ത്യയെ സ്വതന്ത്രമാക്കാനോ ഉള്ള ഒരു തീരുമാനം ചെയ്തത് ബ്രിട്ടീഷുകാര് അംഗീകരിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം ബേസിക്കലി അറിഞ്ഞിരിക്കുക. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലായത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? നമ്മൾ ഒരുപാട് യുദ്ധം ചെയ്തു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും ഒരുപാട് പ്രതിഷേധങ്ങളും പരിപാടികളൊക്കെ നടത്തി. പക്ഷെ ആ നടത്തിയ പരിപാടികളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മൂലം മാത്രമാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? അല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ ഒരു വലിയ സംഭവം ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് പോയത്, ഇങ്ങനെയാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തത്. അങ്ങനെ 1947 സമയങ്ങളിൽ എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 വർഷം മുന്നേ 1946 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കിക്കൊള്ളാനുള്ള അനുവാദം നൽകി. 1946 സ്വതന്ത്രമായ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കിക്കൊള്ളാനുള്ള അനുവാദം ആര് നൽകുന്നത്? ബ്രിട്ടീഷുകാർ നൽകുന്നത്. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഇല്ല. ആ ഒരു സമയത്താണ് ഈ ഒരു അനുവാദം കിട്ടിയതിന് പിന്നാലെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു സമിതി. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊരു മഷൂറൊക്കെ ഒരു ടീം ഉണ്ടാക്കുമല്ലോ. 10 പേരടങ്ങുന്ന ആളുകളാണ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നടത്താൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ. ഇപ്പോ ഒരു വാർഷികം വരാൻ പോണാണ്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളൊരു 5 വിദ്യാർത്ഥികളെ 2 ഉസ്താദന്മാരെയും ഒരു ടീമിൽ എടുത്തിട്ട് പറയും, നിങ്ങൾ ഇത്രയും പേർക്കായിരിക്കും ഉത്തരവാദിത്തം, നിങ്ങൾ ഇത്രയും പേര് കൂടി ആലോചിച്ചിട്ട് വേണം ആ പരിപാടി നടത്താൻ. അപ്പൊ ഇതേപോലെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതിയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളത്. The Constituent Assembly is an institution specifically conceived for the creation or modification of a constitution. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു സമിതിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു ബ്രീഫാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 1934 ആദ്യം കാണാൻ 1934 ആദ്യമായിട്ട് MN റോയി എന്ന വ്യക്തി ഇന്ത്യയിൽ ഒരു ഭരണഘടന വേണം എന്നൊരു ഐഡിയ പറയുന്നത്. അപ്പോ പൊതുവെ ക്വിസ് കോമ്പറ്റീഷനുകളും കാര്യങ്ങളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയെ പറ്റി ആദ്യമായിട്ട് ഒരു ഐഡിയ പറഞ്ഞ മനുഷ്യനാരാണ്? അതായത് ഇന്ത്യയിൽ ഒരു ഭരണഘടന വേണം എന്ന ഐഡിയ ആദ്യമായിട്ട് പുറപ്പെടുവിച്ചത് ആരാണ് എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് MN റോയി. 1934 MN റോയി എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ഇതൊരു ഒഫീഷ്യൽ ആവശ്യമായിട്ട് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. അത് 1935 1934 ആദ്യമായിട്ട് ഐഡിയ MN റോയി പറഞ്ഞെങ്കിലും 1935 ആദ്യമായിട്ട് ഒഫീഷ്യലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. 1938 ഡോക്ടർ ജവഹർലാൽ നെഹ്റു ഒരു സ്വതന്ത്രമായ ഇന്ത്യ വേണം എന്നൊരു ആവശ്യം, ഒരു പ്രഖ്യാപനം നടത്തി. 1940 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അനുവാദം നൽകുന്നത്. ആ ഒരു ഓഫർ നമ്മുടെ ആവശ്യം അംഗീകരിക്കുന്നത് 1940 നമുക്കറിയാം, ആ ഒരു 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെട്ടായിരുന്നു. ആ അഗ്രിമെന്റിന്റെ ആഫ്റ്റർ കോൺസിക്വൻസസ് എന്നോളം അതിന്റെ പരിണിത ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. 1940 ഇത്തരം ഒരു ആവശ്യം അംഗീകരിച്ചത്, അനുവാദം കൊടുത്തത്. 1942 ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ പ്ലാൻ, ഒരു പ്ലാൻ ആയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു 2-3 ആളുകളെ ഇന്ത്യയിലോട്ട് അയച്ചു. ആ പ്ലാന്റെ പേര് സ്റ്റാഫ്രോഡ് ക്രിപ്സ് പ്ലാൻ എന്നാണ്. സ്റ്റാഫ്രോഡ് ക്രിപ്സ് പ്ലാൻ ഒരു പ്ലാനാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ ഉണ്ടാക്കിക്കോ, പക്ഷെ പ്ലാൻ ഞങ്ങൾ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ആരയച്ചു? ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലോട്ട് ആളുകളെ അയച്ചു. ഈ ക്രിപ്സ് എന്ന് പറഞ്ഞൊരു നേതാവിന്റെ കയ്യിലാണ് അത് കൊടുത്തയച്ചത്. അതുകൊണ്ടാണ് ആ കമ്മീഷനെ ക്രിപ്സ് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റാഫ്രോഡ് ക്രിപ്സ് കമ്മീഷൻ എന്ന് വിളിക്കുക. അപ്പൊ ആ കമ്മീഷൻ 1942 അയച്ചു. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ കമ്മീഷൻ പറയുന്നത് ഇന്ത്യ ഒരു രാജ്യമായിട്ട് തുടരണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ഭരണഘടന എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് വേറൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്. അന്ന് ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ വേറൊരു പാർട്ടി കൂടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
മുസ്ലിം ലീഗ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്ന വലിയ പാർട്ടികൾ. അതിൽ ഏറ്റവും വലുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു. അപ്പൊ മുസ്ലിം ലീഗ് പാർട്ടിക്കാർക്ക് ഇന്ത്യയിൽ തുടരാനുള്ള താല്പര്യം അന്ന് ഉണ്ടായിരുന്നില്ല. അവർക്ക് വേറൊരു രാജ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകണം. അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ അല്ല കേട്ടോ. ജോഗ്രഫിക്കലി ബംഗ്ലാദേശും പാകിസ്ഥാനും അടങ്ങുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത് 1947 മുന്നേ വരെ. അപ്പൊ ഈ 47 മുന്നേ 1942 ക്രിപ്സ് കമ്മീഷൻ കൊടുത്തയച്ച പ്ലാന്റെ അകത്ത് ഇന്ത്യയെ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അപ്പൊ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മുസ്ലിം ലീഗിന് ഈ ഒരു പ്ലാൻ ഇഷ്ടപ്പെട്ടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾക്ക് ഈ ഒരു പ്ലാൻ പോരാന്ന് പറഞ്ഞു. അതിനെ തിരിച്ചയച്ചു. അത് കഴിഞ്ഞ് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പ്ലാൻ ബ്രിട്ടീഷുകാർ കൊടുത്തയച്ചു. ഈ പ്ലാനിലാണ് കൃത്യമായി പറയുന്നത് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കാം, പാകിസ്ഥാൻ ഇന്ത്യ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട്. മുസ്ലിം ലീഗുകാർക്ക് പാകിസ്ഥാൻ പാർട്ടീഷൻ ആവശ്യപ്പെട്ട ആളുകൾക്ക് പാകിസ്ഥാനിലോട്ട് പോകാം, ഇന്ത്യയിൽ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ജീവിക്കാം എന്ന പ്രഖ്യാപനവുമായിട്ട് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാനിലാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മുസ്ലിം ലീഗുകാർക്കും ഇഷ്ടപ്പെട്ടു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1946 ഈ ഒരു പ്ലാനാണ് ഇന്ത്യ അംഗീകരിക്കുന്നത്. അംഗീകരിച്ചുകൊണ്ട് 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചെയ്തത് രൂപീകരിച്ചത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഏകദേശം 389ഓളം ആളുകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. മൊത്തം മനസ്സിലാക്കുക 389ഓളം ആളുകൾ. ആദ്യത്തെ വരി കണ്ടില്ലേ, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആകെ മൊത്തം 389 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിഭജനം സംഭവിച്ചല്ലോ, പാകിസ്ഥാൻ ഇന്ത്യ രണ്ടായി മാറി. അപ്പൊ മൊത്തത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് 389 ആളുകളെ തിരഞ്ഞെടുത്തത്. പക്ഷെ ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലോട്ട് പോയി കഴിഞ്ഞപ്പോ നമുക്ക് അത്ര ആളുകൾ വേണ്ട, പാകിസ്ഥാന്റെ ഏരിയയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ വേണ്ട. ഈ 389 ആളുകളെ സെലക്ട് ചെയ്തത് വെറുതെ ഒന്നല്ല, ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ ആളുകൾ. അങ്ങനെയാണ്. അപ്പൊ മദ്രാസിന്ന് മദ്രാസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ, കൊച്ചിന്ന് കൊച്ചി റെപ്രസെന്റ് ചെയ്യാൻ ഒരാൾ, തിരുവിതാംകൂറിന് തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരാൾ, മലബാറിന് മലബാറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേറൊരാള്. ഇതേപോലെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതാത് സ്ഥലങ്ങളെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഓരോ ആളുകളെയും സെലക്ട് ചെയ്തിട്ടാണ് 389 പേരെ സെലക്ട് ചെയ്തത്. പക്ഷേ പാകിസ്ഥാനായിട്ട് ഒരു പാർട്ടീഷൻ ഇന്ത്യയിൽ സംഭവിച്ചു. പാകിസ്ഥാൻ വേറെ രാജ്യമായി പോയല്ലോ. അപ്പൊ പിന്നെ പാകിസ്ഥാന്റെ ആളുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആവശ്യമില്ല. അപ്പൊ 389 ഉണ്ടായിരുന്ന ആളുകൾ കുറഞ്ഞു. അവസാനം 299 റെഡ്യൂസ് ചെയ്യപ്പെട്ടു. 389 ആയിരുന്നു. അത് പിന്നീട് ഇതിലെ മെമ്പേഴ്സ് 299 കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞത്? പാകിസ്ഥാനിലോട്ട് ബാക്കിയുള്ള ആളുകൾ പോയപ്പോ അവിടെ നിന്ന് വന്ന റെപ്രസെന്റേഷൻസ് ഒഴിവാക്കി. ഇനി ഇന്ത്യയിലുള്ള ആളുകൾ മാത്രം മതി എന്ന് പറഞ്ഞ് 299 ആളുകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഇത് ചില പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. ഡിസംബർ 6 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചതെങ്കിലും ഡിസംബർ 9 ഇവർ ആദ്യമായിട്ട് ഒരുമിച്ചിരിക്കുന്നത്. തീരുമാനിച്ചത് 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തെങ്കിലും ആദ്യമായിട്ട് ഇവര് ഒരുമിച്ചിരിക്കുന്നത് 9 ഡിസംബർ 1946 2 ദിവസത്തിന് ശേഷം ഡിസംബർ 11 1946 ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റിന്റെ പേര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. 2 വൈസ് പ്രസിഡന്റ്മാരുണ്ട്. ആരൊക്കെയാണ്? VT കൃഷ്ണമാചാരി ഉണ്ട്, അതേപോലെ തന്നെ HC മുഖർജിയും VT കൃഷ്ണമാചാരി. ഇവർ രണ്ടുപേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റുമാർ. പ്രസിഡന്റ് എന്നുള്ളത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇവരെ നിയമിച്ചത് 11 ഡിസംബർ 1946 ശേഷം 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന ഒരു ആമുഖം ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഐഡിയ വേണമല്ലോ. എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, ഒരു ഐഡിയ വേണമല്ലോ. ഈ ഐഡിയ എന്തൊക്കെ വേണം എന്നുള്ള ഒരു ആമുഖം. നമ്മളിപ്പോ ഒരു ബുക്ക് വായിക്കുമ്പോൾ ആമുഖം ഉണ്ടാകും. എല്ലാത്തിനും ആമുഖം ഉണ്ടാവില്ലേ? ആ ആമുഖത്തിലായിരിക്കും ആ ബുക്കിന്റെ അകത്ത് പറയാൻ പോകുന്ന മെയിൻ കാര്യം, അതിനോട് ഉദ്ദേശിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചുരുക്കി പറഞ്ഞേക്കുന്നത് ഈ ആമുഖത്തിലായിരിക്കും. അപ്പൊ ഇതേപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആമുഖം എന്തായിരിക്കണം എന്ന്
ഡോക്ടർ ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു ആശയം, ആമുഖത്തെ പറ്റിയുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അത് ഡിസംബർ 13-ാം തീയതിയാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് ആമുഖത്തിനെ പറയുന്നത്. ഇപ്പൊ പ്രിയാമ്പിൾ എന്നാണ് വിളിക്കുന്നത്. അന്ന് അവതരിപ്പിച്ച ആ ഒരു അവതരണത്തിനെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. 2000 ഡിസംബർ, അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞു. 1946 ഡിസംബർ 9-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ മീറ്റിംഗ് കൂടുന്നത്. 11-ാം തീയതിയാണ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. 13-ാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു കാര്യം, ഈ ഒരു ഉള്ളടക്കം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ 2 വർഷം 11 മാസം 18 ദിവസം 2 വർഷം 11 മാസം 18 ദിവസം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ത് ചെയ്യുന്നത്, ആ ഒരു മേക്കിംഗ് പൂർത്തിയാക്കുന്നത്. അങ്ങനെ 1949 നവംബർ 26-ാം തീയതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണം തീർന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനലായിട്ട് എഴുതി കഴിഞ്ഞ ഡേറ്റ് എന്താണ്? അതിനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് നവംബർ 26-ാം തീയതി 1949 ആണ്. അതുകൊണ്ട് തന്നെ നവംബർ 26-നെ നാഷണൽ ലോ ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ നിയമ ദിവസം എന്നറിയപ്പെടുന്നത് നവംബർ 26-ാം തീയതിയാണ്. അതിനുള്ള കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി പൂർത്തീകരിച്ചത് ആ ദിവസമാണ്. പൂർത്തീകരിച്ചത് ആ ദിവസമാണെങ്കിൽ പോലും അത് പ്രാബല്യത്തിൽ വന്നത്, അത് ജനങ്ങൾക്കിടയിലൂടെ അത് അനുസരിക്കണം എന്ന അതിനൊരു എഫക്ട്, ഫോഴ്സ് ലഭിച്ചത് 1950 ജനുവരി 26-ാം തീയതിയാണ്. അതവിടെ എഴുതാൻ വിട്ടുപോയതാണ്. 1950 ജനുവരി 26-ാം തീയതി. 24 വേറെ കാര്യമാണ്. 26-നാണ് എന്ത് ചെയ്തത്, ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. ആ ഒരു ദിവസമാണ് എന്തറിയപ്പെടുന്നത്, റിപ്പബ്ലിക് ഡേ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ജനുവരി 26-ാം തീയതി 1950-ലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-ാം തീയതിയാണ്. ഈ ഒരു ആശയത്തിന്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം മുന്നോട്ട് വെക്കുന്നത് 1946 ഡിസംബർ 13-ാം തീയതിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കാനുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഏകദേശം 22ഓളം പാർട്ടുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച സമയം ഉണ്ടായിരുന്നത്. 22ഓളം പാർട്ടുകൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 25 ഉണ്ട്, എങ്കിലും നിർമ്മിച്ച സമയത്ത് 22 പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോരോ പാർട്ടിലും ഓരോരോ വിഷയങ്ങളെ പറ്റിയാണ് പറയുന്നത്. പാർട്ട് 1-ല് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന ടോപ്പിക്കാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭൂമി, ആ ഒരു അതിർവരമ്പുകൾ, രാജ്യത്തിന്റെ ബൗണ്ടറി എവിടെ മുതൽ എവിടം വരെയാണ്, നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അത് എങ്ങനെ വരുത്തണം. നമുക്കറിയാം, കേരളത്തിൽ പണ്ട് പാലക്കാട് ഉണ്ടായിരുന്നില്ല, കന്യാകുമാരി കേരളത്തിൻ്റെതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തതാണ്, ഒരു കരാർ വെച്ചുകൊണ്ട് തമിഴ്നാടിന് കന്യാകുമാരി കൊടുത്തിട്ട് പാലക്കാട് തമിഴ്നാടിന്റെ കയ്യിൽ കേരളം വാങ്ങിച്ചതാണ്. ഇതൊക്കെ ചുമ്മാ ചെയ്യാൻ പറ്റുമോ? വെറുതെ ചെയ്യാൻ പറ്റൂല. ഇതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറയുന്ന പാർട്ടിന്റെ അത് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന് പറയും അല്ലെ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് പൗരത്വം വേണം. അപ്പോ വെളിയിൽ നിന്ന് ഒരു രാജ്യത്തിലെ ഒരാള് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൗരത്വം കൊടുക്കാൻ പറ്റുക, എന്തെല്ലാം ക്രൈറ്റീരിയാസ്, എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട്, എന്തെല്ലാം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് ഒരാൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റുക എന്ന കാര്യങ്ങളാണ് പാർട്ട് 2-ന്റെ അത് പറയുന്നത്. പാർട്ട് 3-ന്റെ അതാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്. നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പാർട്ട് 3-യെ പറ്റി മാത്രം നോക്കാം. ബാക്കിയുള്ള പാർട്ടുകൾ ഇൻഷാല്ലാ സമയം കിട്ടുന്നത് പോലെ നമുക്ക് ഒരു ദിവസം അത് പൂർത്തീകരിക്കാം. പാർട്ട് 22 പാർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. 22 പാർട്ടിലെ 3-ാമത്തെ പാർട്ടിലാണ് മൗലിക അവകാശം അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയുന്നത്. ഓരോ പാർട്ടിലും ആർട്ടിക്കിൾസ് ഉണ്ട്, ഓരോരോ പോയിന്റുകൾ ഉണ്ട്. അതായത് 1-ാമത്തെ പാർട്ടില് ആർട്ടിക്കിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 395 ആർട്ടിക്കിളാണ് ഒറിജിനലി ഉണ്ടായിരുന്നത്. ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 395 ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓരോരോ പോയിന്റ്, ഓരോരോ കാര്യങ്ങളാണ്. ഇപ്പൊ പാർട്ട് 1, 1-ാമത്തെ പാർട്ടിന്റെ അകത്ത് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന മാറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പാർട്ട് 1-ല് ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് പാർട്ട് 1-ലുള്ളത്.
ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ, ആമുഖം എന്നറിയപ്പെടുന്നത്. We the people of India having solemnly resolved to constitute India into sovereign, socialist, secular, democratic republic and to secure തുടങ്ങുന്ന ഈ ഒരു പേജാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്നറിയപ്പെടുന്നത്. ഇതാണ് പാർട്ടുകൾ, കണ്ടില്ലേ? ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പാർട്ട് 1 കാണാം. പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്ട് മാറ്റർ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, നമ്മുടെ രാജ്യത്തിന്റെ ബൗണ്ടറീസിനെ പറ്റിയും രാജ്യത്തിന്റെ ഒരു ഘടനയെ പറ്റിയാണ്. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന വിഷയമായി സംബന്ധിച്ച് പൗരത്വം എങ്ങനെ കൊടുക്കാം, ഒരാൾക്ക് പൗരത്വം എങ്ങനെ നഷ്ടപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പാർട്ട് 2 ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 5ാമത്തെ ആർട്ടിക്കിൾ മുതൽ 11 വരെ, 5, 6, 7, 8, 9, 10, 11 ഇത്ര ആർട്ടിക്കിൾസിലാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. 3ാമത്തെ പാർട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ട്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ്, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഒരു ആർട്ടിക്കിൾസിൽ മൗലിക അവകാശങ്ങൾ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമുക്ക് ബേസിക്കലി കിട്ടേണ്ട ഒരുപാട് മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് പാർട്ട് 3, അതായത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെ ഓരോരോ പാർട്ടുകളാണ്. പാർട്ട് 22ഓളം പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓരോരോ പാർട്ടാണ് ഇത്. അതെ, ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ 6 കാര്യങ്ങളാണ് ബേസിക്കലി 6 മൗലികമായിട്ടുള്ള അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന 6 പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് ഇത്. ഒന്നാമത്തേത് റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. എല്ലാവരും തുല്യരാണ്. ജെൻഡറിന്റെ പേരിലോ സെക്സിന്റെ പേരിലോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ ആരോടും വേർതിരിവ് കാണിക്കാൻ പാടില്ല. നിങ്ങളിപ്പോ ഒരു കളക്ടറേറ്റ് ഓഫീസിൽ ചെന്നു, നിങ്ങളുടെ അടുത്ത് കളക്ടർ പറയാനാണ് നീ ഒരു മുസ്ലിം അല്ലേ, നിന്നെ ഓഫീസിൽ ഇരുത്താൻ പറ്റൂല, ക്രിസ്ത്യൻസ് മാത്രം ഇരുന്നാൽ മതി. നിങ്ങളോടുള്ള തുല്യത എന്ന അവകാശമാണ് കളക്ടർ ലംഘിച്ചിരിക്കുന്നത്, ഹനിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ കേസ് കൊടുക്കാം. അപ്പൊ തുല്യത എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, ഒരുപോലെ പരിഗണിക്കണം. മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ഹിന്ദുവിനെയും ഒരുപോലെ പരിഗണിക്കണം. ജാതിയുടെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ, വേർതിരിവുകൾ കാണിക്കാൻ പാടില്ല. ജനിച്ച സ്ഥലം, ഇവൻ മറ്റേ തമിഴ്നാട്ടിൽ ജനിച്ചവനാണ്, തമിഴനാണ്, അതുകൊണ്ട് അവനെ നമ്മൾ പരിഗണിക്കേണ്ട, ആ വേർതിരിവും കാണിക്കാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ പാർട്ട്, ഇക്വാലിറ്റി എന്ന ഭാഗത്തിലേക്ക് പറയുന്നത്. രണ്ടാമത്താണ് റൈറ്റ് ടു ഫ്രീഡം, ഒരുപാട് അവകാശങ്ങൾ, സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ രണ്ടാമത്തെ റൈറ്റിലുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാം, നമ്മുടേതായ ഒപ്പീനിയൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, പറയാം. ഇപ്പോ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു, നമുക്ക് അതിലൊരു വിയോജിപ്പുണ്ട്, നാളെ നമുക്ക് മൈക്കെടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് നമ്മളെ പോലീസ് ഒന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധി വിട്ട് സംസാരിക്കരുത്. മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നില്ല. ഗവൺമെന്റിന്റെ പരമാധികാരത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ ആർക്കും അനുവാദമില്ല. അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനെ നിലനിർത്തുന്നതിന് വിള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പറ്റില്ല. ഇപ്പൊ ഞാനിവിടെ മൈക്ക് എന്ന് പറയാനാണ്, പൊട്ടന്മാരാണ് അമേരിക്കൻ ഗവൺമെന്റ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞാൽ അമേരിക്കയെ ത്രെട്ടൺ ചെയ്യുന്നു അല്ലെങ്കിൽ അമേരിക്കയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. മറ്റു സൗഹൃദ രാജ്യത്തിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് സംസാര സ്വാതന്ത്ര്യമുണ്ട്, അപ്പൊ അത് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ലിമിറ്റിന്റെ അപ്പുറത്തുള്ളതാണ്, അത് ചെയ്യാനുള്ള അനുവാദം ഇല്ല. അപ്പൊ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ പാടില്ല എന്നുള്ളത്. അത് ഒഴികെയുള്ള സംസാരങ്ങൾ നമുക്ക് സംസാരിക്കാം. അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന മൗലികമായിട്ടുള്ള അവകാശമാണ്. മൂന്നാമത്തേതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശം. ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് അയാളെ കൊണ്ട് സാധിക്കാത്ത ജോലികൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് മാരകമായിട്ടുള്ള ജോലികൾ എടുപ്പിക്കുക, ഇത് രണ്ടും പാടില്ലാത്തതാണ്. ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഇൻഹ്യൂമൻ ട്രാഫിക്കിംഗ് പാടില്ല. അതായത് മനുഷ്യരെ എന്ത് ചെയ്യുക, പറ്റാത്ത ജോലികൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഒപ്പം തന്നെ
14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഹസാർഡസ് ആയിട്ടുള്ള ജോലികൾ, മാരകമായിട്ടുള്ള ജോലികൾ. ഞാൻ എന്റെ കൊച്ചിനെ എന്ത് ചെയ്തു, 10 വയസ്സുള്ള കൊച്ചിനെ ഒരു പാല് കൊടുക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലോട്ട് അയച്ചു. സോ ഞാനൊരു കുട്ടിയെ ജോലി ചെയ്യിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് എടുക്കാൻ പറ്റൂല. കാരണം വ്യക്തമായി പറയുന്നുണ്ട് ഹസാർഡസ് ജോലി, മാരകമായിട്ടുള്ള ജോലികൾ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒപ്പം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ്. 15 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം, അത് കുഴപ്പമില്ല. അപ്പൊ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ പാർട്ടി പറയുന്നത്. നാലാമത് പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യമാണ്. നമുക്ക് എല്ലാവർക്കും മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു ടോപ്പിക്കിനെ പറ്റി അടുത്ത സെഷനിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടും. നമുക്ക് നമ്മുടേതായ മതം, ആർട്ടിക്കിൾ 25 അതിനെപ്പറ്റി പറയുന്നത്. എവരിവൺ ഹാസ് എ റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ്, പ്രൊപ്പഗേറ്റ്. എല്ലാ ആളുകൾക്കും അവരുടേതായ മതങ്ങൾ ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്റെ റിലീജിയൻ പറയുന്നത് ഈ രീതിയാണ്. എന്റെ അടുത്ത് എന്റെ മതം നിസ്കരിക്കാൻ പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കാം. നിസ്കരിച്ചതിന്റെ പേരിൽ എന്നോട് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ വരാൻ പറ്റൂല. കാരണം ഞാൻ ചെയ്യുന്നത് എന്റെ ഭരണഘടന അല്ലെങ്കിൽ മൗലികപരമായിട്ടുള്ള അവകാശമാണ്. ഓരോ ആളുകൾക്കും അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ഭാഗത്ത് തരുന്നുണ്ട്. അടുത്തതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ഈ ഒരു ആർട്ടിക്കിൾ, ഈ ഒരു ഭാഗം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, ന്യൂനപക്ഷരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷരും മുസ്ലിംസും ക്രിസ്ത്യൻസ് ഒക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഭൂരിഭാഗം വരുന്ന ആളുകൾ ഹിന്ദുസ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷരായിട്ട് വരുന്നത് മുസ്ലിംസ് ആണ്. മുസ്ലിംസ് ആയിട്ടുള്ള ന്യൂനപക്ഷരായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാം, അത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാം എന്ന് പറയുന്ന ഭാഗമാണ് പാർട്ട് 5. നമ്മുടെ ഈ മദ്രസ പോലും നിർമ്മിച്ചിരിക്കുന്നത് ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ഒരു മദ്രസ, എന്തിനാണ് ഇങ്ങനെ തലക്കെട്ട് തൊപ്പി വെച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസം ഇല്ലാതെ ഖുർആൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു മദ്രസ എന്തിനാണെന്ന് ഒരാൾ ചോദ്യം ചെയ്താൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഉത്തരമാണ് 5ാമത്തെ ഭാഗത്തിലുള്ള റൈറ്റാണ് നമ്മൾ നിർവഹിക്കുന്നത്. ആർട്ടിക്കിൾ 30 ക്ലോസ് 1 പറയുന്നുണ്ട്, എല്ലാ ന്യൂനപക്ഷ വിഭാഗക്കാർക്കും അവരുടേതായ വിദ്യാഭ്യാസം, അവരുടേതായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കാം, അത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാം. മദ്രസകളും മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് ഈ ഒരു ആർട്ടിക്കിളിന്റെ അവകാശത്തിന്റെ അകത്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അവസാനത്തെ ആർട്ടിക്കിളാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ അവകാശങ്ങൾ പറഞ്ഞു. ഈ അവകാശങ്ങൾ ഇൻ കേസ് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു അവകാശം ഒരാൾ തന്നില്ല. മുഖ്യമന്ത്രി എന്നെ കണ്ടപ്പോ പറഞ്ഞു, നീ ഒരു മുസ്ലിം അല്ല, നിന്റെ അടുത്ത് സംസാരിക്കൂല. റിലീജിയന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നോട് വേർതിരിവ് കാണിച്ചു. അപ്പോ എനിക്കൊരു പരിഹാരം വേണമല്ലോ. ഞാൻ ആരുടെ പരാതി പറയും? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാണ്, സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ആളാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് എന്നോട് ഇത്തരം സമീപനം നടത്തിയത് എങ്കിൽ എനിക്ക് ആരോട് പരാതി പറയാം? ഇത്തരം വിവേചനപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായാൽ, ഫണ്ടമെന്റൽ റൈറ്റുകൾ ഹനിക്കപ്പെട്ടാൽ, ലംഘിക്കപ്പെട്ടാൽ ആരെ സമീപിക്കാം, എങ്ങനെ സമീപിക്കാം എന്നതാണ് 6ാമത്തെ പാർട്ടി പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് പരിഹാര മാർഗങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ. അതിലൂടെ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും നമുക്ക് റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്നതാണ്. റിറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കേസ് നമുക്ക് എന്താണോ, നമ്മുടെ ഏത് രീതിയിലുള്ള റൈറ്റ് ആണോ വയലേറ്റ് ചെയ്യപ്പെട്ടത് അത് മെൻഷൻ ചെയ്തുകൊണ്ട് അത് കോടതിയിൽ പരാതി കൊടുക്കുന്ന പ്രക്രിയക്കാണ് റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ മൗലികപരമായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം? നമുക്ക് ഹൈക്കോടതിയിലും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലും എന്ത് ചെയ്യാം? ഈ ഒരു റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടേതായ റിലീജിയന്റേതായ രീതിയിലുള്ള പ്രാക്ടീസോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്യാം. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? ആ ഒരു കാര്യം അവിടെ അങ്ങനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഹനിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ലംഘനം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങളോട് ആരാണ് വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് അവരോട് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെ കാണിച്ചത് ശരിയായില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരോട് അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് കോടതി തിരുത്തി കൊടുക്കും. അപ്പൊ കോടതി പോകാനുള്ള അവകാശമാണ് ലാസ്റ്റത്തെ പാർട്ടി പറയുന്നത്. ഈ ഒരു
PPT ഇവിടെ കൊടുത്തിട്ട് പോകാം, നിങ്ങൾക്ക് മീഡിയ റൂം ഉപയോഗിക്കാൻ പറ്റും, ഇത് കാണിക്കാൻ പറ്റുന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർക്ക് നോട്ട് യൂസ് ചെയ്യാം. ഓരോരോ ഭാഗത്തിന്റെ അത് ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് പറയുന്നത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇക്വാലിറ്റി, തുല്യത, സ്വാതന്ത്ര്യം, ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശം, മതപരമായിട്ടുള്ള അവകാശം, വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഒപ്പം സാംസ്കാരികപരമായിട്ടുള്ള അവകാശം, അവസാനത്തേത് ഭരണഘടനാപരമായിട്ട് നമുക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള അവകാശം. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൽ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് ഓരോരോ പേജസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പറയുന്നത്. തുല്യത കൊടുക്കണം, തുല്യത ഹനിക്കപ്പെടാൻ പാടില്ല, ആരോടും വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ്. രണ്ടാമത്തത് ഫ്രീഡം, ഒരുപാട് സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടേതായ രീതിയിൽ സംസാരിക്കാനും യാത്ര ചെയ്യാനുള്ള ഒരുപാട് സ്വാതന്ത്ര്യവും കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ്. മൂന്നാമത്തത് ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശം, അത് പറയുന്നത് ആർട്ടിക്കിൾ 23, 24 താഴെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 23-ലും 24-ലുമായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ്. മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് ഫ്രീ ആണ്. ടാക്സ് കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് പറയുന്നത്. നമ്മുടെ മദ്രസയിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ടാക്സുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ മൗലികപരമായിട്ടുള്ള അവകാശമാണ്. ഈ ഒരു ആർട്ടിക്കിളിലായിട്ടാണ് അതും പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ് 29, 30 സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവും, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ഇതിനെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 29-ലും 30-ലും ആണ്. ഇവിടെയാണ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നിർമ്മിക്കാനുള്ള അവകാശങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അവസാനത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, കോടതികളെ സമീപിക്കാനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ടാണ്. 32-ലാണ് കോടതിയെ സമീപിക്കാമെന്ന കാര്യം പറയുന്നത് ഇൻ കേസ് ഇത് ഏതെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ. സോ ആകെ മൊത്തം ഇത്രയും അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഇതിനെപ്പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇത്രയും മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നടക്കുന്ന ജനറൽ ആയിട്ടുള്ള ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലും ചോദിക്കാനോ കാര്യങ്ങളോ ഉണ്ടോ? എങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാനുള്ള ആ ഒരു ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞത് ആരായിരുന്നു? ഏത് വർഷത്തിലാണ് പറഞ്ഞത്? 34. ഏത് വർഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടത്? നവംബർ 26. ആ ദിവസത്തെ ഒരു പേരിൽ അറിയപ്പെടും. എന്താണ് ആ പേര്? ഓക്കെ. ഏത് ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പാർട്ടിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്? പാർട്ട് 3-ലാണ്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയും? 12 മുതൽ 35 വരെ. എത്ര തരം റൈറ്റുകൾ ഉണ്ട്? 6 തരമുണ്ട്. ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശങ്ങളിൽ 2 രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? പറ്റാത്ത ജോലികൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തത് 14 വയസ്സുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കും. ജോലിയാണോ? അസാധസ് ആയിട്ടുള്ള ജോലികൾ, മാരകമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. മതപരമായിട്ടുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത് എവിടെയാണ്? 4-ാമത്തെ ഭാഗത്തിലാണ്. ഇൻ കേസ് ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക്? സുപ്രീം കോടതിയിൽ മാത്രമാണോ? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും. സാധാരണ ഒരു കേസ് വരുമ്പോൾ ഒരു ഹയറാർക്കി ഉണ്ട്. ഇപ്പൊ നമുക്കാണെങ്കിലും എന്തെങ്കിലും പരാതിയോ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് ആരുടെടുത്തായിരിക്കും? നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾ ആദ്യം പറയുന്ന ആരുടെടുത്തായിരിക്കും? പ്രിൻസിപ്പലിന്റെ അടുത്താണോ? ക്ലാസ് ടീച്ചറിന്റെ അടുത്തല്ലേ? ക്ലാസ് ടീച്ചറിന് ആ വിഷയത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെന്റിന് എടുത്ത് മൊത്തത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദുമായി കൂടി ആലോചിക്കും. അവിടെയും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? പ്രിൻസിപ്പൾ മുതവലിയായിട്ട് ആലോചിക്കും. ഇങ്ങനെ ഒരു ഹൈറാർക്കി ആയിട്ടല്ലേ പോകുന്നത്. ഒറ്റയ്ക്ക് നേരെ ചെന്ന് മുതവലിയ കാണലല്ലോ രീതി. അപ്പൊ ഇതേപോലെ ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ
കാണാൻ സമീപിക്കേണ്ട കോടതികളുണ്ട്. ചെറിയ കോടതി ഏറ്റവും താഴെ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്, അതിന്റെ മേലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്, അതിന്റെ മേലെ സെഷൻസ് കോടതി ഉണ്ട്, ജില്ലാ കോടതി, അതിന്റെ മേലെ ഹൈക്കോടതി, അതിന്റെ മേലെ സുപ്രീം കോടതി. അപ്പൊ ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഫോം ഇന്ത്യയിലുണ്ട്. പക്ഷേ ഈ ഒരു പിരമിഡിന്റെ ആ ഒരു രീതി ഇതൊന്നും പാലിക്കണ്ട. നമുക്ക് ഡയറക്റ്റ് ഒരു സുപ്രീം കോടതി കേസ് കൊടുക്കാൻ പറ്റും. ആകെ കൊടുക്കാൻ അങ്ങനെ പറ്റുന്നത് വളരെ വിരളമായിട്ടുള്ള കേസുകൾ മാത്രമാണ്. അതിലൊന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ കോടതികളിലോടൊന്നും പോകണ്ട, ഒരാൾക്ക് നേരിട്ട് സുപ്രീം കോടതി കേസ് കൊടുക്കുക. ഇപ്പൊ ഒരാൾ മറ്റൊരാളെ തല്ലി, ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല. ആദ്യം ചെറിയ ചെറിയ കേസാണെങ്കിൽ, ക്രിമിനൽ കേസ് ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലേ പോകുള്ളൂ. അത് തല്ലിയത് എന്താണ്, തല്ലി അടിച്ച് പൊട്ടിച്ച് നിരമ്പ് പൊട്ടിച്ചിട്ടുണ്ട്, എല്ലൊടിച്ചിട്ടുണ്ട്, വലിയ സീരിയസ് ആയിട്ടുള്ള രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിലോട്ട് പോകും. ഇനി കൊലപാതകമോ മറ്റു കാര്യങ്ങളോ ആണെങ്കിൽ സെഷൻസ് കോടതിയിലോട്ട് പോകും. ആ കോടതി പറഞ്ഞ ഡിസിഷൻ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അപ്പീൽ ഹൈക്കോടതി പോകാം, അല്ലെങ്കിൽ അത് ശരിയായില്ലെങ്കിൽ സുപ്രീം കോടതി പോവാം. അല്ലാതെ ഈ കേസുകൾക്കൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും ചെന്ന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ജുഡീഷ്യറി അങ്ങനെയാണ്, ഒരു ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഹൈറാർക്കി ഫോളോ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് കോടതികളെ സമീപിക്കാൻ പറ്റുന്നത് ഈ പറയപ്പെട്ടിട്ടുള്ള മൗലിക അവകാശം ലംഘിക്കപ്പെടുമ്പോഴാണെന്നുള്ള കാര്യം പ്രത്യേകം ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയണം എന്ന് വിചാരിച്ചത്, സമയം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ പറഞ്ഞു നിർത്തനാണ്. ഞാനിപ്പോ ഇവിടെ 2022 ഫാരിഗായി ഇറങ്ങിയത്. ഇപ്പോ 4ാമത്തെ വർഷം LLB പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ മദ്രസയിൽ വന്ന സമയത്ത് ആഗ്രഹം കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോഴെന്റെ ഉമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു, ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് ഭാഷയും ഏത് സബ്ജക്റ്റും ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, ഉമ്മ അത് തെളിയിച്ചിട്ടില്ല. അപ്പൊ ഇത് ആരെടുത്ത് ഉസ്താമാരെടുത്ത് വെച്ചാൽ ഉസ്താമാര് പറഞ്ഞുതരും, എടാ ഖുർആൻ പഠിച്ചാൽ എനിക്ക് എന്തും പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ തരുന്നല്ലാതെ നമുക്ക് പ്രാക്ടിക്കലി ആയിട്ടുള്ള ഒരു രീതി എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മുമ്പിൽ ഞാൻ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. നിങ്ങളിൽ പലരും ഒരു 5ഉം 6ഉം 7ഉം ഒക്കെ പഠിച്ചു വന്നവരായിരിക്കാം. 4 പഠിച്ചു വന്നവരും ഉണ്ടാകും, അല്ലെങ്കിൽ 3ാം ക്ലാസ് കഴിഞ്ഞവരും വന്നവരും ഉണ്ടാകും. ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 9ാം വയസ്സിലാണ് കൗൺസിലിൽ എന്ത് ചെയ്തത്, ജോയിൻ ചെയ്തത്. ആ ഒരു സമയത്ത് ഞാൻ ഹിഫ്ള് പഠിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ഡോക്ടർ ആയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പതിയെ ഇവിടെ നിന്ന് 1-2 തവണ ചാടിപ്പോവാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ നടന്നില്ല. ഉസ്താദ് പിടിച്ച് തിരിച്ചുകൊണ്ടുവന്ന് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഏറെ ആദരിക്കുന്ന ഉസ്താദ് അവരുകൾ അബ്ദുൽ ഉസ്താദിനെ ഞാൻ ഒരു തവണ എന്റെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പോലുണ്ട്. ആ ഒരു പ്രായത്തിൽ 10 വയസ്സുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ വീട്ടിലൊന്നും പോകാൻ പറ്റുന്നില്ല, വാപ്പ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ വീട്ടിൽ പോകാനൊന്നും പറ്റുന്നില്ല, മദ്രസയ്ക്ക് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 10 വയസ്സാണ് എനിക്ക് പ്രായം. അപ്പൊ എനിക്ക് ഉസ്താദിനെ പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചു. എന്റെ അടുത്ത് അങ്ങനെ ഒരാൾ പറയുന്നു പറഞ്ഞിട്ട് ഞാൻ ചവിട്ടിയൊക്കെ ചെയ്തു ഉസ്താദിനെ. അപ്പൊ അതിനുശേഷം ഞാനിവിടെ മദ്രസയിൽ പഠിച്ച് എനിക്കൊരു എങ്ങനെ ഇതിലോട്ട് എത്തണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. തിയറിറ്റിക്കലി എല്ലാവരും പറയുന്നുണ്ട് മദ്രസ പഠിച്ചു കഴിഞ്ഞാലും എന്തും ചെയ്യാം, നമുക്ക് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാം. പക്ഷെ പ്രാക്ടിക്കൽ ആണിത്. ഇത് തിയറി മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മാത്രമല്ല, ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഖുർആൻ പഠിച്ചത് കൊണ്ട് അതിന്റെ പ്രയോജനം ഉണ്ടാകും എന്നതിന്റെ അർത്ഥം ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യം തന്നെ സൂറത്തുൽ ഫാത്തിഹ ആണെന്നല്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലും ഏത് നിയമം പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഹക്കായ കാര്യം സത്യമായിട്ട് പറയാൻ പറ്റും. ഖുർആനും മദ്രസ ജീവിതവും ഉണ്ടായത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പൊ ഭാരത് മാതാ ലോ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റാങ്കുള്ള ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും ഫസ്റ്റ് പ്രൈവറ്റ് ലോ കോളേജാണ്. എനിക്ക് അവിടെ ആദ്യം കിട്ടിയില്ല. ദുആ ചെയ്തു, കാരണം അള്ളാന്റെ മാർഗത്തിലാണ് ഞാൻ 10 വർഷം നിന്നത്. അപ്പൊ ഞാൻ അള്ളാന്റെ ചോദിച്ചു, അള്ളാ ഞാൻ എനിക്ക് വേണ്ടി 10 വർഷം പഠിച്ചു, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് തരണം എന്ന് ഞാൻ അള്ളാന്റെ പറഞ്ഞു. എനിക്ക് മാർക്ക് കുറവായിരുന്നിട്ട് പോലും ലാസ്റ്റ് അലോട്ട്മെന്റിലേക്ക് ഭാരത് മാതയിൽ തന്നെ അഡ്മിഷൻ തന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലോ കോളേജാണ്. അവിടെ ഞാൻ അല്ലാത്ത രീതിയിൽ അഡ്മിഷൻ പോകുമ്പോൾ അവർ പറയുന്നത് അറിയാവോ, എനിക്ക് +2 മാർക്കില്ല, +2 എനിക്ക് ഇവിടെ തന്നെ വഴിയാണ് +2 10 ഒക്കെ എഴുതിയത്, 60 മാർക്ക് എന്തേ ഉള്ളൂ. ഈ 60 മാർക്കുള്ള കുട്ടിയെന്ന് ഞങ്ങൾ ഇത്ര റെപ്യൂട്ടഡ് കോളേജ്, അത് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത്ര വലിയ കോളേജിലോട്ട് എടുക്കൂല എന്ന് അവർ പറഞ്ഞു. അവിടുത്തെ റിസപ്ഷനിലുള്ള ചേച്ചിയെ എപ്പോഴും കാണുമ്പോൾ എന്റെ അടുത്ത് പറയും, മോനെ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാടാ, എന്നെ എടുക്കൂല എന്ന് പറഞ്ഞ കോളേജാണ് അത്. എന്നിട്ട് ഗവൺമെന്റ് അലോട്ട്മെന്റിൽ സർക്കാർ വക സീറ്റ് എനിക്ക് അവിടെ കിട്ടി, ലാസ്റ്റ് സീറ്റ്. എന്തോ ഭാഗ്യം കൊണ്ട് എന്നേക്കാൾ കൂടുതൽ മാർക്കുള്ളവർക്ക് അത് കിട്ടിയില്ല.
എന്തോ ഭാഗ്യം, അത് അള്ളാഹുവിൻ്റെതായ ഒരു വൈദ്യായ രീതിയിലുള്ള സഹായം ലഭിച്ചു എന്ന് തന്നെ വേണം അതിനെ പറയാം. ഏതോ രീതിയിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഭാരത് മാതാ ലോ കോളേജ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലോ കോളേജ് ആണ്. ആ ലോ കോളേജിലെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് എന്നുള്ളത് ആ ലോ കോളേജിലെ ഒരു സ്റ്റുഡന്റ് 5 നാഷണൽ ഇവന്റിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ മറ്റ് ലോ കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യൂസുകൾക്കും ഡിബേറ്റുകൾക്കും പോയിട്ട് 5 നാഷണൽ ഇവന്റുകൾക്ക് റാങ്ക് വാങ്ങിച്ചു എന്നതാണ് ആ കോളേജിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന റെക്കോർഡ്. ഞാൻ എന്നെ വലിയവനായി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ കൊച്ചു 5 വർഷം കൊണ്ട് നേടിയ നേട്ടമാണത്. പക്ഷേ ഞാൻ 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷം തുടങ്ങിയിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് എനിക്കൊരു നേട്ടം കൂടി കിട്ടി. ബാംഗ്ലൂര് ക്രൈസ്റ്റ് അക്കാദമി എന്ന് പറയുന്ന ലോ കോളേജ് വെച്ച് നടന്ന നാഷണൽ ലെവൽ ക്യൂസ് കോമ്പറ്റീഷനിൽ 3ാം സ്ഥാനം കിട്ടി. അത് കിട്ടിയതോടുകൂടി അൽഹംദുലില്ലാ 9ാമത്തെ ക്രെഡിറ്റ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതായത് ആ കോളേജിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് 5ഉം 6ഉം ക്യൂസ് കോമ്പറ്റീഷനും കാര്യങ്ങളും ക്രെഡിറ്റ് വാങ്ങിച്ച കുട്ടി എന്നുള്ളതായിരുന്നു. ആ കുട്ടിക്കായിരുന്നു റെക്കോർഡ്. പക്ഷെ ആ റെക്കോർഡ് തിരുത്താൻ പറ്റി. ഇപ്പൊ 9 റാങ്ക് അല്ല, എക്സാംസിന് മാർക്കല്ല, ഇത്തരം കോമ്പറ്റീഷൻസിന് പോയിട്ട് എക്സ്ട്രാ ഓർഡിനറി കരിക്കുലം ആക്ടിവിറ്റീസിന് മാർക്ക് വാങ്ങിച്ചിട്ട് 9ഓളം ഇവന്റ്സിന് ഇതുവരെയും വാങ്ങാൻ പറ്റി. ഇനിയും 2 വർഷം ബാക്കിയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഭാരത് മാതാ ലോ കോളേജിന്റെ ഔദ്യോഗികപരമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും, ഒട്ടുമിക്ക പരിപാടികൾക്കും എന്നെ തന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഡയറക്ടർ ഒരാളെ ഫോൺ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അത് ഭയങ്കര സംസാരമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ നമുക്ക് മുത്തവലിയെടുത്ത് ഒരു തവണ സംസാരിക്കാനൊക്കെ പറ്റും. അവിടുത്തെ ഡയറക്ടർ അങ്ങനെയല്ല, 1600ഓളം കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അവിടെ ഡയറക്ടറിനെ അടുത്ത് സംസാരിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിരളമാണ്. ഡയറക്ടറിനെ നേരിട്ടായിട്ട് സംസാരിക്കല്. നമ്പറൊന്നും ഒരു കുട്ടിയുടെയും ഇല്ല ആ കോളേജിൽ. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. അനോണിമസ് നമ്പർ ആയിരുന്നു, ഞാൻ എടുത്തില്ല. 2ാമതും 3ാമതും ആ കോൾ വന്നു. 3ാമത് വന്നപ്പോൾ ഞാൻ എടുത്തു, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ എടുത്തപ്പോൾ അത് ഡയറക്ടർ ഓഫ് ഭാരത് മാതാ ലോ കോളേജ് ആയിരുന്നു. ഭാരത് മാതാ ലോ കോളേജിന്റെ ഡയറക്ടർ എന്നെ വിളിച്ചത് വരുന്ന 11ാം തീയതി കോട്ടയത്ത് ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഒരു അഭിമുഖം എന്നൊരു പരിപാടിയുണ്ട്. ഒരു ലോ കോളേജിൽ നിന്ന് ഒരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ട് ഒരു നിയമ കലാലയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്നൊരു പരിപാടിയാണ്. അപ്പൊ ഭാരത് മാതാ കോളേജിന് റെപ്രസെന്റ് ചെയ്ത് നിന്നെ വിടണം എന്നൊരു ആവശ്യം പറയാൻ വേണ്ടിയാണ് അദ്ദേഹം. അന്നാണ് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ടീച്ചേഴ്സായിട്ട് ആലോചിച്ചിട്ട് അന്ന് എന്നെ സെലക്ട് ചെയ്തു. ആ വിവരം അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഡയറക്ടർ അന്ന് വിളിച്ചത്. അങ്ങനെ വിളിച്ച് വരുന്ന 11ാം തീയതി അത്തരത്തിലൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിനാ പറയുന്നത്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആകാൻ പറ്റിയെന്നുള്ളത് ഉറപ്പായിട്ടും അതിന്റെ പുറകില് ഇൽമിയായിട്ടുള്ള ഞാൻ നമ്മുടെ ഈ മേഖലയിൽ നേടിയിട്ടുള്ള അറിവുകളും അല്ലെങ്കിൽ ഈ മേഖലയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ടും അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്നെക്കാളും നല്ല റാങ്ക് ആവുന്ന കുട്ടികളുണ്ട്, എന്നെക്കാൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, പരിശ്രമിക്കുന്ന കുട്ടികളുണ്ട് ആ കോളേജിൽ. അവരെ വിളിക്കാതെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അത് അള്ളാഹു അങ്ങനെ ആക്കിയെടുത്തേക്കാണ്. അപ്പോ ഒരു തിയറി മാത്രമാണ് ഇതെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. തിയറി അല്ല, അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ. എന്നെ അത് എക്സാമ്പിൾ ആക്കി എടുക്കാം. എനിക്കത് സാധിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടത് പറ്റിയിട്ടുണ്ട്. പറ്റിക്കഴിഞ്ഞതിന് ശേഷവും ഞാൻ പറയുന്നു, ഞാൻ പഠിച്ച ഖുർആനും ഞാൻ പഠിച്ച ഹദീസും ഈ വിഷയത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ചെറിയൊരു പരിധിയല്ല, വലിയൊരു പരിധി. തമാശക്കൊരു നിയമം പറയാം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. രണ്ടുപേരും തമ്മിലുള്ള എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഈ ഒരു ആക്ട് പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്, എന്നാൽ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് നമ്മള് ഇവിടെ നഫായിസിലും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. നേരെ തിരിച്ചല്ല, എല്ലാ ഇതും അതാണ്, എല്ലാ അതും ഇതല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്ക് ചിരി വരും, ഇതൊക്കെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അതെല്ലാം ഇതാണ് ഇതെല്ലാം അതാണ്, വെറുതെ തല പുകയ്ക്കാൻ വേണ്ടി. ഇവിടെ ഖുർആനും ഹദീസൊക്കെ ഉള്ളപ്പോ അതൊന്നും പഠിപ്പിക്കാതെ അല്ലെങ്കിൽ അതിലോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആമും ഖാസും ഇൻമജും അതും ഇതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ എനിക്കും വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ തോന്നൽ വേണ്ട, ആ തോന്നലിന് പ്രയോജനമുണ്ട്. ആ ഒരു കാര്യം ഭാരത് മാതാ കോളേജിൽ കോൺട്രാക്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ബാക്കിയുള്ള കുട്ടികൾക്ക് അത് കത്തുന്നില്ല. എല്ലാ കോൺട്രാക്ടും എഗ്രിമെന്റ് ആണ്, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല. ഇതെന്താ എങ്ങനെയാ അവരവിടെ കിടന്ന് തലപുകയ്ക്കുന്ന നേരത്ത് എനിക്കതിന്റെ ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് മാത്രമാണ്.
അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരാളുമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഇൽമ മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് പ്രാക്ടിക്കലി മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോ വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.